പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടോക്കിയാലോ. അപ്പോൾ ഞാൻ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പൊടി എടുത്താണ്. അര ഗ്ലാസ് അരിപ്പൊടി, അര ഗ്ലാസ് മൈദപ്പൊടി, അതുപോലെ അര ഗ്ലാസ് ഗോതമ്പൊടി, അര ഗ്ലാസ് കടലപ്പൊടി, അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, പഞ്ചസാര ഒരു അരക്കപ്പ് ഇല്ല ഒരു കപ്പ് പഞ്ചസാര, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശെ വെച്ചാൽ മതി. അത് നന്നായിട്ട് ഒരുപാട് പിന്നെ ലൂസാകണ്ട. മറ്റേ എന്താ പറയാ നമുക്ക് പഴയിൽ മുക്കി ഇങ്ങനെ ആ സാധനം പിടിക്കാൻ മഞ്ഞ പൊടിയൊന്നും വേണ്ട കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നതാണ് ശരി. ഞാൻ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ തന്നെ പഞ്ഞെല്ലാം മഞ്ഞകളൊന്നുമില്ല. അപ്പൊ നമ്മള് 2 പഴം എടുത്തിട്ടുണ്ട്, 3 പഴം ഉണ്ട്, ഒന്ന് ഹാഫായിട്ട് ഒന്ന് മുറിഞ്ഞു പോയി. അപ്പൊ നമ്മൾ പഴം പൊരിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിന്നു. ഇപ്പൊ മാവ് ഇതാണ് കൺസിസ്റ്റൻസി. വേണ്ട ശരിയാണ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഞങ്ങള് പൊരിച്ചിട്ട് ഇല്ല, അപ്പൊ നമ്മള് കാണിക്കാത്തത് മമ്മീനെ നമ്മൾ ഇൻഷാല്ലാ പൊരിച്ചിട്ട് കാണിക്കണ്ടേ. തട്ടിട്ടില്ല. അതാ സോഡ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തയ്യാറാക്കുന്നതിനെ കൊണ്ടാണ് സോഡ ചേർത്തത്. ഒരു നല്ല അടിപൊളിയായിട്ട് പഴം എന്താ പോകുന്നു. പൊരിഞ്ഞു വരും പഴം. കാണുമ്പോ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരില്ല, പറയാതെക്കാൻ വയ്യ. അത്ര നല്ല പ്രൊഫഷണൽ പഴം സത്യം. നമ്മളെ ഈവനിങ് കഫേത്തെ പഴംപൊരിൻ്റെ ഒരു മുഖച്ഛായ ഇതുണ്ടോ. നല്ല സമ്മാവ അവളാന്ന് ഒരു ഇട്ടിൻ്റെ ടൈമൊക്കെ ഡെല്ലി ഞാൻ തൊട്ടത്. എടുക്കുന്നു. ഇതിങ്ങനെ ആദ്യം കൊടുക്കുന്ന ആകണം. ഓനെ വെളിച്ചം വെച്ചിട്ട്